പലപ്പോഴും അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് അത് മാറുവാനുള്ള മരുന്നുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് തന്നെ. അസുഖങ്ങൾ വരാതെ അതിനെ ചെറുക്കുവാനുള്ളൊരു കഴിവ് സസ്യാഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും. സസ്യാഹാരം ശീലമാക്കിയവരേക്കാൾ രോഗസാധ്യത കൂടുതലാണ് മാംസാഹാരികൾക്ക് എന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നുണ്ട്. സസ്യാഹാരത്തിൽ ഏറിയ പങ്കും ഔഷധങ്ങൾ തന്നെയാണ്. മനുഷ്യൻ്റെ ആഹാരം പഴങ്ങളും വിത്തുകളാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു ഭക്ഷണമാണ് നെല്ലിക്ക. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണം നന്നായി കഴിക്കാൻ, രുചി ആസ്വദിക്കുന്നതിന് വേണ്ടി അച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതിൽ മാരകമായിരിക്കുന്ന ചുവന്ന മുളക്, കായം, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറ്. അതിൽ അത്തരം വസ്തുക്കളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ രുചികരമായിരിക്കുന്ന അച്ചാർ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തേനിൽ നെല്ലിക്ക ഇട്ട് വെച്ചിട്ട് 60 ദിവസം കഴിയുമ്പോൾ ആ നെല്ലിക്ക എടുത്ത് വളരെ രുചികരമായിട്ട്, സാധാരണ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് മുഖത്ത് പേശികളൊക്കെ ഒരു ചുളിവ് വരും. അതിന് പുളി കടുത്ത രസങ്ങളാണ്. അപ്പോൾ അത് നമ്മളെ ഗ്രന്ഥികളെ കൂടുതലത് ഒരു ഉണർത്തും. അപ്പം നമുക്ക് ഒരു ഇതായിരിക്കുന്ന മുഖത്തൊക്കെ പേശികളൊക്കെ ചുളിവ് വരും. എന്നാൽ ഈ നെല്ലിക്ക കഴിക്കുന്ന സമയത്ത്, തേനിലിട്ട നെല്ലിക്ക കഴിക്കുന്ന സമയത്ത് അതിന് കടുത്ത മധുരം, അത് ഏറ്റവും മധുരമായിരിക്കുന്ന ഒരു വളരെ സന്തോഷപ്രദമായിട്ട്, ആനന്ദപ്രദമായിട്ട്, മധുരം രസങ്ങളിലേക്ക് രാജനാണല്ലോ. അപ്പോൾ ആ മധുരരസം ആസ്വദിച്ചുകൊണ്ട് നെല്ലിക്ക കഴിക്കാവുന്ന ഒരു ഏർപ്പാട്. നെല്ലിക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. നെല്ലിക്ക സത്ത്, നെല്ലിക്കയും ശർക്കരയും. നെല്ലിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി ഭരണിയിലിട്ട് അതിൽ 10 കിലോ നെല്ലിക്കയ്ക്ക് 8 കിലോ ശർക്കര എന്നുള്ള അനുപാതത്തിൽ അതിലിട്ട് അടച്ച് മൂടി കെട്ടി മണ്ണിൽ കുഴിച്ചിട്ടാണെങ്കിൽ ഏറ്റവും നന്നായി 30 ദിവസം മതി. അതല്ലെങ്കിൽ ഒരു 45 ദിവസം വെച്ചിരുന്നിട്ട് അപ്പോൾ ഈ നെല്ലിക്കയിൽ സത്ത് മുഴുവനും, ആ നീര് മുഴുവനും, സത്ത് മുഴുവനും ഈ ശർക്കരയിലേക്ക് വന്ന് ശർക്കര ദ്രാവക രൂപത്തിലായി യഥാർത്ഥത്തിൽ അതൊരു അരിഷ്ടം പോലെ കുടിക്കാൻ വളരെ രുചികരമായിരിക്കുന്ന, രസകരമായിരിക്കുന്ന ഒരു പാനീയമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു നിശ്ചിത മാത്ര വെച്ച് നമുക്ക് ദിവസവും ഭക്ഷണത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ നെല്ലിക്ക സത്ത് എന്ന് അതിന് നമുക്ക് വിശേഷിപ്പിക്കാം. പണ്ടൊക്കെ കാട്ടിലും നാട്ടിലും ധാരാളം നെല്ലിമരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നെല്ലിമരങ്ങൾ ഒരു അപരിചിതമായ വസ്തു ആയിരുന്നില്ല പണ്ട്. ഇന്നും നാട്ടിൻപുറങ്ങളിലും ഉൾനാടുകളിലുമൊക്കെ ധാരാളം നെല്ലിമരങ്ങളുണ്ട്. പക്ഷേ പൊതുവെ കുറവാണെന്ന് മാത്രം. ടൗണിൽ ചെന്നാൽ മിക്ക സീസണിലും നെല്ലിക്ക കിട്ടും. ധാരാളം നെല്ലിക്ക കൂട്ടിയിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏത് സീസണായാലും ടൗണുകളിലും നാട്ടിൻപുറ ചന്തകളിലും നെല്ലിക്ക കിട്ടാനുണ്ട്. പല നാടുകളിൽ നിന്നും വന്നെത്തുന്ന ഇവ പല വലിപ്പത്തിലുള്ളവയാണ്. ഔഷധ ഗുണവും ഇവയിൽ ഏറിയും കുറഞ്ഞുമിരിക്കും. തമിഴ്നാട്ടിൽ നിന്നും വന്നെത്തുന്ന ഇത്തരം നെല്ലിക്കകൾ പലതും ഹൈബ്രിഡ് നെല്ലിക്കകളാണ്. അതുകൊണ്ട് തന്നെ നാടൻ നെല്ലിക്കയേക്കാൾ ഇവയ്ക്ക് ഔഷധ ഗുണം കുറവാണ്. നാടൻ നെല്ലിക്ക അപൂർവമായി തുടങ്ങിയ ഇക്കാലത്ത് ഇതും നമുക്ക് അമൃതമാകുന്നു. ഓരോ കാലാവസ്ഥയിലും ഉണ്ടാവുന്ന വസ്തുക്കൾ ആ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ അതത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഇത് വിളയാത്ത കാലങ്ങളിലും അത് ഉപയോഗിക്കാൻ നമുക്ക് കൊതിയുണ്ട്. ചക്കയില്ലാത്ത സമയത്ത് ചക്ക തിന്നാം,
എന്നാൽ ചക്ക ഇല്ലാത്ത കാലത്ത് അത് തിന്നുന്നതിന് വേണ്ടി നമ്മളത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. പലതരത്തിലും അത് ചക്ക വരട്ടി സൂക്ഷിക്കും, ഉണക്കി സൂക്ഷിക്കും, ഇങ്ങനെയൊക്കെ രീതി. അതുപോലെ തന്നെ നെല്ലിക്ക ഇല്ലാത്ത സമയത്ത് നെല്ലിക്ക ഉപയോഗിക്കാൻ നമുക്ക് ഒരു കൊതിയാണ്. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ ഇങ്ങനെ തേനിലിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക സത്തെടുത്ത് വയ്ക്കാം, ഉപ്പിലിട്ട് വയ്ക്കാം, അച്ചാറിട്ട് വയ്ക്കാം. ഇങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് നെല്ലിക്ക ഉപയോഗപ്പെടുത്താം. അകാല നര തടയാനും മുടികൊഴിച്ചിൽ തടയാനും നെല്ലിക്ക ചേർത്ത് കാച്ചിയ എണ്ണകൾ സഹായിക്കുന്നു. കൂടാതെ ധാതുപുഷ്ടികരവും ശുക്ലവർദ്ധനകരവുമാണ് നെല്ലിക്കയെന്ന് ആയുർവേദം പറയുന്നു. പിത്തം, രക്തതുഷ്ടി, പ്രമേഹം എന്നിവ ഇല്ലാതാക്കാൻ നെല്ലിക്കയ്ക്ക് കഴിയും. കണ്ണിന് കുളിർമയും കാഴ്ചശക്തിയും പ്രദാനം ചെയ്യുകയും രുചിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പച്ചനെല്ലിക്ക നിത്യേന കഴിച്ചാൽ നല്ലതാണെന്ന് നമ്മൾ ജീവിതധാരയിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് പലപ്പോഴും നിത്യേന കഴിക്കാൻ പറ്റാത്തവർക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ, ആഹാരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഉൾപ്പെടുത്തിയാൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിലും പലപ്പോഴും നെല്ലിക്ക പച്ചടിയോ കിച്ചടിയോ ഒന്നും നമുക്ക് വെക്കാൻ അറിയാൻ പാടില്ലായിരിക്കാം. അതുണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല പലപ്പോഴും. അത് അറിയാൻ പാടില്ലാത്തവർക്കായി പറഞ്ഞു തരാൻ ജീവധാരയിൽ ഇന്നൊരമ്മ വന്നിട്ടുണ്ട്. നെല്ലിക്കായ വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം ആറ്റിയ പിന്നെ അതിൽ നെല്ലിക്കായ ഇട്ട് ഊറാൻ വെക്കണം. അതാണ് ഈ സാധനം. ഇതിനെ എടുത്തിട്ട് അതിൽ നിന്നും ഒരു 5 നെല്ലിക്ക എടുത്തിട്ട് അത് ഊറിക്കഴിഞ്ഞു, 2 ദിവസമായി. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് അതിനെ കുരു നീക്കി എടുത്ത് വെച്ചേക്കണം. അതല്ലെങ്കിൽ പച്ച നെല്ലിക്ക തന്നെ ഒരു 5 എണ്ണം എടുത്തിട്ട് അതിനായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ കുരു നീക്കി പൊളിച്ച് വെക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കണം. തേങ്ങയും ചെരുവിയത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് അമ്മിയിൽ വെച്ച് അരയ്ക്കണം. അമ്മിയാണെങ്കിൽ അമ്മിയിൽ, മിക്സി ആണെങ്കിൽ മിക്സിയിൽ. ഇനി ഈ അരച്ചു വെച്ച ചേരുവകളെല്ലാം ഒരു പാത്രത്തിലാക്കി അതിൻ്റെ കൂടെ ഉപ്പും ഇട്ടിട്ട് തൈരും ചേർക്കണം. പിന്നെ അതൊക്കെ ശരിക്ക് നല്ലപോലെ കലക്കണം. പിന്നെ മുളക്, കടുക്, കരുവേപ്പില എല്ലാം ചേർത്ത് കടുക് വറുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കണം. ഇതാണ് നെല്ലിക്ക കിച്ചടി. ഞങ്ങളുടെ ദ്വാദശി കാലങ്ങളിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് ഇത്. നെല്ലിക്കയിൽ വൈറ്റമിൻ സി പോലുള്ള ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് ഇതിനെ പതിവായിട്ട് നമ്മുടെ ആഹാരത്തിൽ ചേർക്കുന്നത് നല്ല ഗുണം ചെയ്യും നമുക്ക്. പണ്ട് കാട്ടിലും നാട്ടിലുമൊക്കെ സുലഭമായിരുന്നു നെല്ലിമരങ്ങൾ. ഇന്ന് നെല്ലിക്ക കിട്ടാനുണ്ട്. ചന്തയിലും ഉന്തുവണ്ടിയിലുമൊക്കെ നെല്ലിക്ക കൂട്ടിയിട്ട് വിൽക്കുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുണ്ടല്ലോ. ഈ എപ്പിസോഡ് കണ്ടവർ, ആ നെല്ലിക്കായുടെ ഗുണങ്ങളെല്ലാം അറിഞ്ഞവർ ഇനി അത് കാണാതിരിക്കരുത്. നെല്ലിക്ക വാങ്ങി പച്ചയോടെ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയെങ്കിലും കഴിക്കുക. അങ്ങനെ ശരീരത്തിൻ്റെ യുവത്വം നിലനിർത്തുക. തത്ര രൂക്ഷോ ലഘുശീത ഖരസൂക്ഷ്മസ്ഥലോനില. വാദം എന്ന് പറയുന്ന ദോഷത്തിൽ പറഞ്ഞിട്ടുള്ള ചില വിശേഷങ്ങളാണ് അഷ്ടാംഗഹൃദയത്തിൽ ഈ ശ്ലോകത്തിലുള്ളത്. രൂക്ഷം, ലഘു, ശീതം, സൂക്ഷ്മം, ചലം.
അനിലഹ വായു. വായുവിൻ്റെ രൂക്ഷാദി ഗുണങ്ങൾ ദ്രവ്യങ്ങളിലുണ്ട്. ചലന സ്വഭാവം ശരീരത്തിലുണ്ട്. സൂക്ഷ്മം എന്നുള്ള ഗുണവും ശരീരത്തിലുണ്ട്. ആജ്ഞാചക്രം എന്ന് പറയുന്നൊരു ചക്രം, സഹസ്രാരപത്വത്തിൽ നിന്ന് ആജ്ഞാചക്രം വന്ന് ആജ്ഞയിൽ നിന്ന് വിശുദ്ധി, അനാഹതം, മണിപൂരം, സ്വാധിഷ്ഠാനം, മൂലാധാരം വരെയുള്ള 6 ചക്രങ്ങളിൽ സുഷുമ്ന നാഡി കടന്നു പോവാണ്. അതിൽ തലച്ചോറ് മുതൽ സുഷുമ്ന നാഡിയുടെ അന്തം വരെ, അതായത് മൂലാധാരം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാന വാദസ്ഥാനം ശിരസ് തന്നെ, യാതൊരു സംശയമില്ല. അതിൽ നിന്ന് പുറപ്പെടുന്ന നാഡികൾ, ഞരമ്പ് എന്ന് വ്യവഹരിക്കുന്ന ഈ വസ്തു, അതിനാണ് വാദം എന്ന് വ്യവഹരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. പക്ഷേ ഇതിന് ചലന സ്വഭാവമുണ്ട്. തലയിൽ ഉള്ള ഈ ബ്രെയിൻ സെൽസ്, അതിന് വളർച്ച വീണ്ടുമില്ല, ഒരു നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഈ സ്ഥിരമായിട്ടുള്ള തലച്ചോറിൽ നിൽക്കുന്ന ഈ നാഡീ വ്യവസ്ഥ സുഷുമ്ന നാഡി വഴി 6 ചക്രങ്ങളിൽ നിന്ന് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരികയാണ്. ഇന്നതൊക്കെ ഇന്ന സമയത്ത് ചെയ്യണമെന്ന്. അത് ചിലത് നിർദ്ദേശങ്ങൾ തന്നിട്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇമ പൂട്ടുക തുറക്കുക, ഇങ്ങനെയുള്ളത്, നടക്കുമ്പോൾ തീയൊക്കെ ചവിട്ടിയാൽ പെട്ടെന്ന് കാല് നീക്കുന്ന, ഇതെല്ലാം അവിടുന്ന് തരുന്ന ചില ആജ്ഞകളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ ഈ വാദം എന്ന് പറയുന്ന നെർവ് സിസ്റ്റം, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ദോഷം വന്നാൽ ആ ഭാഗത്തിലുള്ള ചലനശക്തി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പക്ഷാഘാതം എന്ന് പറയുന്നത്, അതേപോലെ ആമവാദം എന്ന് പറയുന്നൊരു വാദഛായ, അതേപോലെ സ്തംഭനം എന്ന് പറയുന്ന ഒരവസ്ഥ, അതേപോലെ കൈ കാലുകൾ മുതലായിട്ടുള്ള അനക്കാൻ പറ്റാണ്ട് വരുന്ന ഇത്, അതേപോലെ ഒരു ഭാഗം കോടിപ്പോവുക, ഇങ്ങനെയുള്ള വാദജന്യം എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന രോഗങ്ങൾ സത്യത്തിൽ അത് വാദത്തിന് കൊണ്ടുവരുന്ന രോഗമൊന്നുമല്ല. കഫാധിക്യം കൊണ്ട് വാദത്തിന് വിഷമം വന്നതാവാം, അല്ലെങ്കിൽ വാദത്തിൻ്റെ ന്യൂനത കൊണ്ട് തന്നെ അവിടെ കഫത്തിൻ്റെ ആധിക്യം വന്നുകൊണ്ട് അത് നഷ്ടപ്പെട്ടവും ആവാം. ത്രിദോഷങ്ങളിൽ ഒരു ദോഷം വേറൊരു ദോഷത്തിനെ ബാധിക്കാം. അങ്ങനെയുള്ള വാദത്തിന് എപ്പോഴും വേറെ ദോഷങ്ങളെ കൊണ്ടുള്ള ബാധകളാണ് വരുന്നത്. വാദം സ്വയം ബാധിക്കുന്ന രീതിയിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. തലച്ചോറ് എന്ന് പറയുന്നത്, തലയോട്ടി എന്ന് പറയുന്നത് എത്രയോ ഉറപ്പുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ സുഷുമ്ന നാഡി എന്ന് പറയുന്നത് കുറേ കശേരുക്കളിലും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ശരീരത്തിലേക്ക് വിനിയോഗം, വിരലിൻ്റെ അറ്റം വരെ എന്നുവെച്ചാൽ നമ്മുടെ സെൻസേഷൻ അറിയാനുള്ള കഴിവ്, ഇതിലേക്ക് കൂടെ വാദത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അതിൽ ഓരോ ഭാഗത്ത് തൊട്ടാൽ അറിയാണ്ട ശേഷി ഇല്ലാണ്ടായാലോ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വരുന്ന വിഷമങ്ങളെയോ നമ്മൾ വാദരോഗം, വാദസംബന്ധിയായിട്ടുള്ള രോഗം, അധികം എന്തിനു പറയുന്നത്, ഈ തരിപ്പ് വരുന്നത് വരെ വാദത്തിന് വിഷമുള്ള കാരണമാണ്. അപ്പോൾ ഈ വാദത്തിന് വരാതിരിക്കാൻ ഉള്ള ഉപചാരങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത ആഴ്ചകളിൽ വിവരിക്കാം.